ഓൾ, സോ വെൽക്കം ബാക്ക്. ഇന്നൊരു ബർത്ത്ഡേ വ്ളോഗാണ്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ 22 November ആണ്. എന്റെ ബർത്ത്ഡേ വരുന്നത് 24th അന്ന് എനിക്കൊരു ഓഫ് ഡേ ആണ്. പക്ഷെ എനിക്ക് നാളെ ഡ്യൂട്ടി ഉണ്ട്. സോ എനിക്ക് ഇന്ന് പോയിട്ട് കുറച്ച് സെൽഫ് കെയർ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട്. ഇന്ന് തൊട്ടിട്ട് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് കംപ്ലീറ്റ്ലി എന്റെ 27 ബർത്ത്ഡേ നല്ല രീതിയിൽ ഡോക്യുമെന്റ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എങ്ങനെയായി തീരും എന്നൊന്നും അറിയില്ല. പക്ഷെ എന്നാലും ഞാൻ നല്ലൊരു സ്റ്റാർട്ടിങ് ഇടാണ്. ഇന്ന് തൊട്ട് നമുക്ക് ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇപ്പൊ സമയം 5:45 ആയിട്ടുണ്ട്. ഞാൻ സലൂണിൽ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്. എനിക്ക് ബർത്ത്ഡേസിന് എനിക്ക് എപ്പോഴും എന്നെ തന്നെ നല്ല രീതിയിൽ കാണണമെന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പ്ലാൻ ചെയ്ത പോലെ ഒന്നും നടക്കണമെന്നില്ല. പക്ഷെ എന്നാലും നമ്മളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റുമല്ലോ. ഇൻ കേസ് നടന്നില്ലെങ്കിൽ പോലും അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചതാണ്. ഇന്ന് എൻ്റെ ഒരു ഓഫ് ഡേ ആണ്. ഇന്ന് പോയിട്ട് ഫേഷ്യൽ, ത്രെഡിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത്. നമുക്ക് ഓവറാക്കി പറഞ്ഞ് ചളാക്കണ്ട. സോ അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ബർത്ത്ഡേ വ്ളോഗ്. ആൻഡ് ഇഫ് യു ഹാവൻ സബ്സ്ക്രൈബ് മൈ ചാനൽ then just do subscribe. അങ്ങനെ ചെറിയൊരു സലൂൺ സെഷൻ ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് റൂമിൽ വന്നു. എനിക്കും ഭയങ്കര ഒരു പോസിറ്റീവ് ഫീൽ കേട്ടോ. എന്താ പറയാ, കുറെ നാളായിരുന്നു ഇങ്ങനെ ഒരു മീ ടൈം എന്നൊക്കെ പറഞ്ഞ പോലെ ഞാൻ എനിക്ക് വേണ്ടി തന്നെ കുറച്ചധികം നേരം സ്പെൻഡ് ചെയ്തത്. നോർമലി നമ്മൾ ത്രെഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പോകാറുണ്ടെങ്കിലും അതല്ലാതെ ഒരു സലൂണിൽ പോയി ഒരു കംപ്ലീറ്റ് എനിക്ക് വേണ്ടി എന്തൊക്കെയോ ഞാൻ ചെയ്ത പോലെ തോന്നി. അതിന് വേണ്ടി സഹകരിച്ചിരുന്ന ബില്ലുവിനും ഹാലക്കും ഞാൻ ഈ വീഡിയോയില് നന്ദി പറയാണ്. വേറൊന്നല്ല, രണ്ടുപേരും നല്ല രീതിയിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നു. ഹാലനും നന്നായിട്ട് ബില്ലു മാനേജ് ചെയ്തു. എനിക്ക് ഇത്ര സമയം കൊണ്ട് വരണമെന്നോ അങ്ങനെയുള്ളൊരു ഫീലൊന്നും ബില്ലു ഉണ്ടാക്കിയില്ല. അപ്പൊ അതുകൊണ്ട് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ഈ വീഡിയോ ബില്ലു കാണുന്നുണ്ടെങ്കിൽ ഐ എം സോ ഗ്രേറ്റ്ഫുൾ. ഭയങ്കര ഒരു റിഫ്രഷിങ് മൂഡിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. വേറൊന്നുമില്ല, നല്ല ഫേസും ഞാൻ ഫേഷ്യൽ ചെയ്തു, ത്രെഡ് ചെയ്തു, പല്ലിപ്പ് ചെയ്തു, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പൊ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യാം. എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോഴോ പാർട്ടിയൊക്കെ വരുമ്പോഴല്ലേ നമ്മൾ നോർമലി ഞാൻ ചെയ്യാറുള്ളൂ. പക്ഷെ എനിക്ക് വേണ്ടി എന്റെ ഒരു സ്പെഷ്യൽ ഡേ എനിക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ എന്നെ ഞാൻ ഹാപ്പി ആക്കാൻ നോക്കി. എനിക്ക് ഭയങ്കര പോസിറ്റീവ് ഫീൽ ആണ് കേട്ടോ. ഈ ഒരു വ്ലോഗ് ഈ ഒരു ദിവസം ഞാനിവിടെ എൻഡ് ചെയ്യാണ്. ഇനി നമുക്ക് എന്തായാലും നാളെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഒന്നും തന്നെ ഉണ്ടാവില്ല. കാരണം നാളെ അല്ല എന്റെ ബർത്ത്ഡേ, മറ്റന്നാളാണ്. മേ ബി നാളെ രാത്രി എന്തെങ്കിലും ഷൂട്ട് ചെയ്യായിരിക്കും. എന്തായാലും ഇന്നത്തെ ഈ ഒരു സമയം ഞാനിവിടെ എൻഡ് ചെയ്യാണ്. ബാക്കി നമുക്ക് ഇനി അടുത്ത ദിവസം ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം. ഇടണ്ട. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ പറ.
താങ്ക് യു. ഇന്ന് നമ്മളുടെ ബർത്ത്ഡേ ഡേ ആയി. ഇന്നലെ രാത്രി 12 മണി വരെ ഉറങ്ങാതെ ഇരുന്ന് എന്താ ശരിക്കും സംഭവിച്ചതെന്ന് പറയാം. ബില്ലു പറഞ്ഞു ബില്ലു ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ വരാമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്കറിയായിരുന്നു 10 മണിയാകുമ്പോൾ വരില്ല. എന്തൊക്കെ കാണിച്ചിട്ടാണെങ്കിലും 12 മണി വരെ പിടിച്ചു നിൽക്കുമെന്ന് എനിക്കറിയായിരുന്നു. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഈവൻ ബില്ലുവിനും നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഞാൻ കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് ഇരുന്നിട്ട് സംസാരിക്കാം. അപ്പോൾ ബില്ലു 12 മണി വരെ എന്തായാലും ഇങ്ങോട്ടേക്ക് വരില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു നേരത്തെ ഉറങ്ങിക്കോളാൻ. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോഴും ഞങ്ങൾ ഒരുമിച്ചിട്ടുള്ള ബർത്ത്ഡേ ഐ തിങ്ക് 5 വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ചുള്ള ബർത്ത്ഡേ ആണ്. അപ്പോൾ എനിക്കറിയാം എന്തായിരിക്കുമെന്നും. നമുക്ക് പ്രത്യേകിച്ച് എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും നമുക്കറിയാം എന്തെങ്കിലും ഒരു ചെറിയൊരു സർപ്രൈസ് നമ്മൾ അങ്ങോട്ടും പറയാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നൊക്കെ അറിയാം. ഞാനാണ് കുറച്ചും കൂടെ സർപ്രൈസൊക്കെ കൊടുക്കാൻ മിടിക്കുക. എനിക്ക് മറ്റൊരാൾക്ക് സർപ്രൈസ് കൊടുക്കാൻ നേരത്ത് അവർ ചിന്തിക്കുക പോലും ചെയ്യാത്ത സർപ്രൈസ് ആയിരിക്കും ഞാൻ കൊടുക്കുക. അത് ചിലപ്പോൾ ഞാൻ പ്ലാൻ ചെയ്യുന്ന സർപ്രൈസൊക്കെ വർക്കൗട്ട് ആവാറുണ്ട്. പക്ഷേ അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്യുന്നതുകൊണ്ടായിരിക്കും എനിക്ക് തന്നെ എൻ്റെ മനസ്സിലറിയാം മറ്റൊരാൾ എനിക്ക് സർപ്രൈസ് തരുമ്പോൾ എനിക്ക് നേരത്തെ കൂട്ടി അറിയാൻ പറ്റും. പെട്ടെന്ന് തന്നെ ഞാൻ കണ്ടുപിടിക്കും. പ്രത്യേകിച്ച് ബില്ലുവിനെ ഞാൻ പെട്ടെന്ന് കണ്ടുപിടിക്കും. മുകളിൽ പണി നടക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എനിക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ വ്ളോഗൊക്കെ എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. ഇപ്പം മുകളിൽ രാവിലെ തുടങ്ങിയിട്ട് എന്തോ പണി നടക്കണം. അപ്പോൾ അതിൻ്റെ സൗണ്ട് ചിലപ്പോഴല്ല ഒട്ടുമിക്ക എൻ്റെ ക്ലിപ്സിലും കാണുമായിരിക്കും കേട്ടോ. സോ ജസ്റ്റ് ഡോണ്ട് മൈൻഡ് ദാറ്റ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഉറങ്ങിപ്പോയി. കറക്റ്റ് ഒരു 12 മണി ആ സമയം പറയുമ്പോൾ എനിക്കറിയാം ഇപ്പോൾ വരും, നാളിപ്പോൾ വരും എന്നറിയാം. ഞാൻ നോക്കിയാൽ പുറത്ത് ലേറ്റ് വന്നു. അങ്ങനെ ഒരു കേക്കും ഗിഫ്റ്റൊക്കെ ആയിട്ട് വന്നു. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ബർത്ത്ഡേസ്, ചെറുപ്പം എന്ന് പറഞ്ഞാൽ ഒരു 10 years ബാക്ക് ഞാൻ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ആ ഒരു ബർത്ത്ഡേസ് ഒന്നും എനിക്ക് നത്തിങ് സ്പെഷ്യൽ. നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടില്ല എന്നല്ല. ഞാൻ ചില സമയങ്ങളിൽ വിചാരിച്ചിട്ടുണ്ട് എന്നെ ഒന്നും വിഷ് ചെയ്യാനൊന്നും ആരും ഇല്ലല്ലോ. എനിക്ക് പറയുമ്പോൾ സങ്കടം വരും. എന്നെ ഒന്നും വിഷ് ചെയ്യാൻ ആരുമില്ല, വീട്ടിലുള്ളൊരു വിഷയം. കുറച്ച് ക്ലോസ് ഫ്രണ്ട്സ്, എനിക്ക് ഫ്രണ്ട് സർക്കിൾ ഭയങ്കര കുറവുള്ള ആളാണ് ഞാൻ. ഒരുപാട് ഫ്രണ്ട്സിനെ കീപ്പ് ചെയ്യുന്ന ആളുമല്ല. അതുകൊണ്ട് തന്നെയാണ് എന്നെ അങ്ങനെ ഒരുപാട് പേര് വിഷ് ചെയ്യാനൊന്നുമില്ല. എൻ്റെ ബർത്ത്ഡേ ഒരു നോർമൽ അതായത് ഒരു വിഷ് പോലും പ്രോപ്പറായിട്ട് കിട്ടാത്ത ബർത്ത്ഡേസ് ആയിരുന്നു എൻ്റെ ഒരു 10 years ബാക്ക് എന്നൊക്കെ പറയാം. 10 years ബാക്കല്ല, 5 years ബാക്ക് എന്ന് പറയാം കറക്റ്റ് പറയാനാണെങ്കിൽ. പക്ഷെ ഇപ്പോൾ എൻ്റെ ഈ കണ്ടന്റ് ക്രിയേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ രാവിലെ എൻ്റെ ഇൻസ്റ്റഗ്രാം തുറന്നപ്പോൾ ഐ എം സോ ഗ്രേറ്റ്ഫുൾ. എനിക്ക് അത്രയും മെസ്സേജ് വന്നു. എനിക്ക് അറിയുക പോലും ഇല്ലാത്തവർ എന്നെ കുറേ വിഷ് ചെയ്തു. എനിക്ക് ഭയങ്കര സന്തോഷമായി, സങ്കടമായി, എല്ലാം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാൻ ഇത്രയും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പണ്ട് നമ്മളുടെ ആ ഒരു പ്രായത്തിൽ ഞാൻ ആഗ്രഹിച്ച കുറേ കാര്യങ്ങൾ എനിക്ക് ഇപ്പോൾ നടക്കുന്നുണ്ട്. ഓരോരുത്തർ പറഞ്ഞ വിഷസും ക്ലോസ് ടു മൈ ഹാർട്ട്. പറഞ്ഞറിയിക്കാൻ പറ്റില്ലാത്ത അത്രയും സന്തോഷമുണ്ട് കേട്ടോ. ഓരോരുത്തരോട് ചെറിയൊരു ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുന്നതാണെങ്കിൽ പോലും ഇറ്റ് മീൻസ് എ ലോട്ട്. എന്തെങ്കിലും ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും എനിക്ക് ചെയ്യണം അല്ലെങ്കിൽ വ്ളോഗ് എടുക്കണം എന്ന് വിചാരിക്കുന്ന ഒരു ദിവസം കറക്റ്റ് എങ്ങനെയാണെന്നറിയില്ല, കറക്റ്റ് എനിക്കിങ്ങനെ കിട്ടും. ഈ പറഞ്ഞ പോലെ ബില്ലു എടുക്കുന്ന എഫേർട്ടാണ് എനിക്ക് ഏറ്റവും സന്തോഷം. തീരെ പ്ലാനിങ്ങോ അല്ലെങ്കിൽ എൻ്റെ മോൻ കാണിച്ചിട്ട് പറയാം. കല്യാണം കഴിഞ്ഞിട്ടുള്ള ബില്ലുവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഞാൻ ഭയങ്കരമായിട്ട് സർപ്രൈസ് ഒക്കെ കൊടുത്തു. അന്നാണ് ബില്ലു ശരിക്കും ഞെട്ടിയത്. അപ്പോൾ ആ ഒരു സർപ്രൈസ് ഞാൻ കൊടുത്തതിന് ശേഷം ബില്ലു പിന്നെ കുറേയൊക്കെ എഫേർട്ട് ഇട്ട് തുടങ്ങി ഇങ്ങനെ സർപ്രൈസ് ചെയ്യാനായിട്ട്. കാരണം ചില ആൾക്കാരുണ്ടാവുമല്ലോ തീരെ അതൊന്നും ചെയ്യാൻ അറിയില്ല, ജസ്റ്റ് എല്ലാം ചെയ്തു തരും, പക്ഷെ സർപ്രൈസ് എന്ന് പറയുന്നൊരു സംഭവം അറിയില്ല. അങ്ങനത്തെ ഒരു കാറ്റഗറി ആയിരുന്നു ബില്ലു. ഇതും എനിക്ക് തീരെ ഞാൻ പറയല്ലോ ഈ ഒരു ബർത്ത്ഡേക്ക് ബില്ല് ഗിഫ്റ്റ് തരുന്നതും കേക്ക് തരുന്നതും ഇതൊന്നും സർപ്രൈസ് അല്ല എന്ന് പറഞ്ഞാൽ ബില്ലിൻ്റെ അടുത്ത് പറഞ്ഞില്ല. പക്ഷെ ഇതൊക്കെ ചെയ്തു തരുമെന്ന് എനിക്കറിയാം, കാരണം അങ്ങനെ ചെയ്യാനേ അറിയുള്ളൂ. പക്ഷെ എന്ന് വെച്ചിട്ട് എനിക്കത് സർപ്രൈസ് ആവാത്തതുകൊണ്ടുള്ള ഫീലോ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ അവരെടുക്കുന്നതിന് നേരത്തെ പറഞ്ഞാൽ അവർ ചെയ്യുന്ന എഫേർട്ടിലേ കാര്യമുള്ളൂ. ഈ സെയിം ബ്രാൻഡിൻ്റെ തന്നെയായിരുന്നു കേട്ടോ ഞാൻ ബില്ലുവിനും
ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളത്. ഇന്നലെ രാത്രി ഉറക്കം വന്നിരിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞ വാച്ച് കയ്യിൽ കെട്ടി തന്നിട്ടുണ്ടെങ്കിലും ഞാനിതൊന്നും ശരിക്കും കണ്ടിട്ടില്ല. മനസ്സിലാന്ന് വിചാരിച്ചു. രണ്ട് വാച്ച് ഇത് എനിക്ക് തോന്നുന്നു ഇതിന്റെ സെയിം ഇതുപോലത്തെ ചെയിൻ ആൻഡ് ഓൾമോസ്റ്റ് ഇങ്ങനെ മാച്ച് ചെയ്യുന്നൊരു വാച്ചാണ് ഞാൻ ബില്ലുവിന് ബർത്ത്ഡേക്ക് വാങ്ങിച്ചു കൊടുത്തത്. എനിക്കിഷ്ടമായി. ഇപ്പൊ സമയം 4 o'clock ആയിട്ടുണ്ട്. നമുക്കിനി പുറത്ത് പോയിട്ട് വരാം. ഞാനും ബില്ല് പോയിരുന്നില്ല. അപ്പോൾ ബില്ല് പറഞ്ഞു എന്നെയും ആളാനെയും സിറ്റി സെന്റർ വരെ ആക്കാമെന്ന്. സോ ഞങ്ങളെന്തായാലും ജസ്റ്റ് കുറച്ചൊന്ന് ഞാനും ആലയും ഒന്ന് പുറത്ത് പോയി കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കണോ എന്താവുമെന്ന് അറിയില്ല. ആല മര്യാദയ്ക്ക് ഇരുന്നാൽ മതി. കാരണം ചില സമയത്ത് നമ്മൾ സിറ്റി സെന്ററിൽ പോയി കഴിയുമ്പോൾ അവൾക്ക് നടക്കാൻ പറ്റില്ലാണ്ട് എടുക്കാൻ പറയും. എനിക്കത് മാത്രമേ പേടിയുള്ളൂ. ബാക്കി ഇതുവരെ കുഴപ്പമില്ല. അപ്പോൾ അവർ രണ്ടുപേരും റെഡി ചെയ്ത് താഴേക്ക് പോയി. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്തോടെ പറഞ്ഞിട്ട് താഴോട്ട് പോട്ടെ. ഇനി എൻ്റെ പ്ലാനിങ് വേറെ പ്രത്യേകിച്ച് വലിയ പ്ലാനിങ് ഒന്നുമില്ല. ജസ്റ്റ് പോവുക, എവിടെന്നെങ്കിലും ഫുഡ് കഴിക്കും. അപ്പം ബില്ല് ഫ്രീ ആവണമെങ്കിൽ ഒരു 5 o'clock ഒക്കെ ആവും. സോ അതുവരെ ഞാനും ഹാലയും വെറുതെ വീട്ടിലിരിക്കേണ്ട. ജസ്റ്റ് ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. സോ ദാറ്റ്സ് ഇറ്റ്. നമുക്ക് വേഗം പോവാം. കാരണം ഇനി ഒരുപാട് നമുക്ക് ലേറ്റ് ആക്കാൻ പറ്റില്ല. പണ്ടൊക്കെ ബർത്ത്ഡേ ആവുന്ന സമയത്ത് നമ്മൾ കൂടുതലും വീട്ടിൽ തന്നെയായിരിക്കും സ്പെൻഡ് ചെയ്യുന്നത്. വീട്ടിലാണെങ്കിലും ഒരു കേക്ക് കട്ട് ചെയ്യും. അങ്ങനെ വലിയ സ്പെഷ്യലായിട്ടുള്ള സെലിബ്രേഷൻസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ചില സമയത്തൊക്കെ നമ്മളുടെ ആ പ്രായത്തിൽ നമ്മളിങ്ങനെ ചിന്തിക്കും, ഞാൻ ഇങ്ങനെ ചിന്തിക്കും, എനിക്ക് കുറച്ചും കൂടെ അടിച്ചു പൊളിക്കണമായിരുന്നു എൻ്റെ ബർത്ത്ഡേക്ക്, എന്നാലും പുറത്ത് പോകണമായിരുന്നു, ഒന്നും പറ്റിയില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് ഞാൻ ഇപ്പോഴും ഓർക്കണം. ഞാൻ കുറേ ബർത്ത്ഡേസ് അങ്ങനെ വിഷമിച്ചിട്ടുണ്ട്. എന്നെപ്പോലെ എത്ര പേരുണ്ടെന്ന് അറിയില്ല. നോർമലി ബർത്ത്ഡേയുടെ ദിവസം ഭയങ്കര ഹാപ്പി ഒന്നും ആവാറില്ല ഞാൻ. എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ വിഷമം എപ്പോഴെങ്കിലുമൊക്കെ തട്ടാറുണ്ട്. എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ എനിക്ക് എൻ്റെ മോസ്റ്റ്ലി ബർത്ത്ഡേസ് ഒരു പരിധി വരെ ഓക്കെ ആണെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് എനിക്ക് വിഷമവും കിട്ടാറുണ്ട് എൻ്റെ ബർത്ത്ഡേസ്. അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം വ്ളോഗ് എടുക്കുമ്പോഴൊക്കെ എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു മനസ്സിൽ. ഇന്നത്തെ ദിവസവും അങ്ങനെ ആവുമോ, എനിക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് അടിക്കുമോ എന്നൊക്കെ. പക്ഷെ ഒന്നും ഉണ്ടായിരുന്നില്ല. കുറേ നാള് ഞാൻ വിഷമിക്കാത്ത ഒരു ബർത്ത്ഡേ, അതായത് ഒരു നെഗറ്റീവ് സ്പാർക്ക് പോലും അടിക്കാത്തൊരു ബർത്ത്ഡേ ഉണ്ടെങ്കിൽ അത് എൻ്റെ ഈ ബർത്ത്ഡേ ആയിരുന്നു. ഇഷ്ടമായോ? ചെറുതാണോ നോക്കട്ടെ. 2 to 4. ഇഷ്ടായോ? നല്ല ഇഷ്ടായോ? അല്ല എന്തൊക്കെ വാങ്ങിച്ചത് നിങ്ങള്? പിന്നെ എന്താ വേണ്ട? ബാഗ് വേണോ? That's what the tutti frutti. That's okay. Okay. School ready. സ്കൂളിൽ പോകാൻ റെഡിയാണോ? ബാഗ് നോക്ക്. ഹാപ്പി? Happy.
ഷൂസ് എടുക്കാൻ വന്നതാണ്, പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഈ സൈസ് ഡൗട്ടാണ്. Daddy bag. ബാഗ് പിടിക്കട്ടെ, Daddy. ഓക്കെ ആയിരിക്കും. ഞാനത് മാറ്റിയിട്ട് ഇതെടുത്തു, ബിക്കോസ് എനിക്ക് അതിൻ്റെ സൈസ് കറക്റ്റ് അല്ല. ഇത് ഓക്കെ ആണെന്ന് തോന്നുന്നു. ഹായ്, എന്തുണ്ട്? മജ്ബൂസ് വാങ്ങിച്ചാലോ? നിനക്ക് ഇഷ്ടമുള്ള വാങ്ങിച്ചോ? നിനക്ക് ഇഷ്ടമുള്ള വാങ്ങിക്കോ. This one chicken. Chicken single you have? For one person. No, this is half. This portion, This is portion. you can share it together. Yeah, this is half, right? Half chicken. Half chicken, right? Yes. And another one. Yeah. And then we serve one with half. this one. Yeah, we one. serve with this one already with lentil soup already free with fatou soup. Spicy sauce. or Yeah, hot sauce, that's fine, yeah. Because this is not Yeah, No that's problem. mashed potatoes. And One. water and Teapot. Teapot. one teapot and get me One water. One bottle of water. Yeah. You want a teapot with mint? Yeah. Yeah. With mint. With me. For you. പിടിക്ക്, കൈ പിടിക്ക്. അത് ബില്ലുന്. Thank you so much. ലെഫ്റ്റീസ്. സർപ്രൈസ് എന്റെ ബർത്ത്ഡേയിലും നിന്റെ ബർത്ത്ഡേയിലും നീ പ്രതീക്ഷിച്ചില്ലല്ലോ. ഇപ്പൊ ഞാൻ ഇനിയിപ്പോ അടുത്ത ബർത്ത്ഡേക്ക് ഞാൻ ഇനി വാങ്ങിച്ചിട്ടുണ്ട് അജണ്ട, പുതിയ അജണ്ട ആയിട്ട്. അതിനുണ്ട് റിട്ടേൺ ഗിഫ്റ്റ്. നൈസ് താങ്ക് യു. എവിടുന്ന ലെഫ്റ്റീസ് അല്ല, ഇവിടുന്ന്. ഇന്നത്തെ പ്ലാൻസൊക്കെ എൻ്റെ ആയിരുന്നു കേട്ടോ. അതിൻ്റെ ചെറിയൊരു അഹങ്കാരം എനിക്കുണ്ടായിരുന്നു. വേറൊന്നുമല്ല, ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ട് എൻ്റെ ഒരു ഡേ എനിക്ക് വേണ്ടി തന്നെ, അതായത് നേരത്തെ പറഞ്ഞത് തന്നെ റിപ്പീറ്റ് അടിച്ച് പറയുന്നതല്ല, പക്ഷെ ഞാൻ എങ്ങനെ വിചാരിക്കുന്നു അതുപോലെ കംപ്ലീറ്റ് ആയിട്ട് പ്ലാൻ ചെയ്ത് നടന്നൊരു ദിവസമായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു സർപ്രൈസ്? പക്ഷെ മനസ്സ് പറഞ്ഞു, പക്ഷെ ഞാൻ ഇങ്ങനെ അല്ല ഉദ്ദേശിച്ചത്. ലേറ്റ് ആയി. ആ അങ്ങനെ ആദ്യമായിട്ടില്ലേ? ഞാൻ പിന്നെ ജോബ് പറ്റില്ല എപ്പോഴും. ഓരോരോ കാര്യത്തിനായിട്ട് ഇറങ്ങാൻ പറ്റില്ല. രാവിലെ കുറച്ച് നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് നല്ല കാര്യമായിട്ടുള്ള വിശപ്പുണ്ടായിരുന്നു. ഞാൻ കണ്ടുവച്ചത് യാസ്മിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെബനീസ് റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ, സിറ്റി സെൻറ്ററിൽ. ഞാനിങ്ങനെ കുറേ പണ്ട് അഹാന ഇവിടെ വന്നപ്പോൾ ചെയ്ത ഒരു വ്ളോഗിലൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഇങ്ങനെ കണ്ട് ഭയങ്കര ഇഷ്ടമായി, പോകണമെന്ന് വിചാരിച്ചാണ്. പിന്നെ ഞാനത് മറന്നുപോയി. പിന്നെ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ലെബനീസ് റെസ്റ്റോറൻറ്റിൻ്റെ ഓർമ്മ വന്നപ്പോൾ പോകാമെന്ന് വിചാരിച്ചപ്പോൾ അത് ക്ലോസുമായി. പിന്നെ എനിക്ക് ലെബനീസ് എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിൽ വന്നുകൊണ്ട് എനിക്ക് വേറെ ഒന്നും കഴിക്കാൻ ഉള്ള മൂഡ് വന്നില്ല. അങ്ങനെ പിന്നെ ഒരു 10-15 മിനിറ്റ് മാറി നിന്ന് സെർച്ച് ചെയ്ത് സിറ്റി സെൻറ്ററിലുള്ള ലെബനീസ് റെസ്റ്റോറൻറ്റ് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് കേട്ടോ. ഫുഡൊക്കെ 10 on 10 എന്ന് പറയാം, അത്ര നൈസായിരുന്നു. ഞാൻ അവിടെ വെച്ചിട്ട് ഞാനൊരു ലൈവിൽ വന്നപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചു ഏതാണ് ഷോപ്പ് ലൊക്കേഷൻ എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പോയി ട്രൈ ചെയ്യണമെങ്കിൽ കുറച്ചൊരു ബിറ്റ് എക്സ്പെൻസീവ് ആണെങ്കിൽ പോലും നമുക്ക് ഇടയ്ക്കൊക്കെ കുഴപ്പമില്ല കഴിക്കാൻ പറ്റുന്ന ഒരു റേഞ്ചേ ഉള്ളൂ. ഈ ബർത്ത്ഡേ ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിയായെന്ന് പറയുമ്പോൾ എനിക്കൊരു ചെറിയൊരു ഗിൽട്ട് ഫീലിംഗ് ഉണ്ട്. കഴിഞ്ഞ ബർത്ത്ഡേയും ഞാൻ നല്ല ഹാപ്പി ആയിരുന്നു. വേറൊന്നുമല്ല, ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ബർത്ത്ഡേ ആണെങ്കിലും എൻ്റെ ഡ്രീം ജോബ് കിട്ടിയ, അല്ലെങ്കിൽ ഞാൻ ജോബിന് ജോയിൻ ചെയ്തത് കഴിഞ്ഞ എൻ്റെ ബർത്ത്ഡേ ഡേയ്ക്കായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് അത്.
അന്ന് കഴിഞ്ഞ ബർത്ത്ഡേക്ക് തലേന്ന് തന്നെ ഞങ്ങൾ വീട്ടിലൊക്കെ ചെറിയ കുക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് പിറ്റേ ദിവസം വീട്ടിൽ ചെറിയൊരു കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്ത ബർത്ത്ഡേ ആണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഞാൻ ഈ ബർത്ത്ഡേന് ഇത്ര മാത്രം പൊക്കി പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ചെറിയൊരു വിഷമം. കാരണം ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച ഒരു ജോബ് കിട്ടി, ആ സന്തോഷമായിരുന്നു എനിക്ക് എൻ്റെ ബർത്ത്ഡേനേക്കാളും വലുത്. ആലക്കുട്ടിയോ? ആലക്കുട്ടിയാ? ആലക്കുട്ടിയുടെ ബർത്ത്ഡേ. ബാക്കിൽ ആലക്കുട്ടിയിലുണ്ട്. ആലക്കുട്ടി അങ്ങനെ ഇന്നത്തെ ഈ ഒരു ബ്യൂട്ടിഫുൾ ഡേ ഞാനിവിടെ എൻഡ് ചെയ്യാണ്. എപ്പോഴും പറയുന്ന പോലെ കുറേ നാൾ കഴിഞ്ഞ് ഇങ്ങനെ എടുത്ത് നോക്കി കഴിയുമ്പോൾ കാണാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ. അതുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസം നന്നായിട്ട് ഡോക്യുമെൻ്റ് ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനിയിപ്പോൾ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു 10 years കഴിഞ്ഞ് കഴിയുമ്പോൾ എടുത്ത് നോക്കി കഴിയുമ്പോൾ കാണാനുള്ള കുറച്ച് സം ഗുഡ് മെമ്മറീസ് അത്രേ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. സോ എഗെയിൻ 12 മണിയാവാൻ പോവാണ്. എഗെയിൻ ഹാപ്പി ബർത്ത്ഡേ ഷാക്കി. ഇനിയുള്ള വർഷങ്ങളും ഇതേപോലെ തന്നെ ഇതിലും കൂടുതൽ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ എന്നെക്കൊണ്ട് പറ്റട്ടെ. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു ഓൾ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.